ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിലെ 9ാമത്തെ ഭാഗമാണ്. അതായത് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ അഥവാ വൃത്തവും ചതുർഭുജവും ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൽ ഒരു ക്വാഡ്രിലാറ്ററലും കൂടെ വരച്ചിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വേർട്ടിസസ് എയും ബിയും സിയും ഡിയും സർക്കിളിൽ കിടക്കുന്ന രീതിയിലാണ് ആ ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, വൃത്തത്തിൽ ഒരു ചതുർഭുജവും വരച്ചിട്ടുണ്ട്. ചതുർഭുജത്തിൻ്റെ മൂലകളായ എയും ബിയും സിയും ഡിയും ആ വൃത്തത്തിൽ കിടക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എതിർക്കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എയും സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അടുത്ത പെയറാണ് ബിയും ഡിയും. അപ്പോൾ ഞാനിവിടെ ഒരു ഡയഗണൽ വരയ്ക്കാൻ പോവാണ്. ഈ എ സി എന്ന ഡയഗണൽ വരച്ചപ്പോൾ അത് സർക്കിളിൻ്റെ ഒരു കോഡാണ് അല്ലേ. ഈ എ സി എന്ന വികരണം വരച്ചപ്പോൾ അത് വൃത്തത്തിൻ്റെ ഒരു ഞാണാണ്. ഈ ഞാൻ വൃത്തത്തെ രണ്ടായിട്ട് മുറിക്കുന്നുണ്ടല്ലോ, അതായത് 2 വൃത്തഖണ്ഡങ്ങൾ കിട്ടുന്നുണ്ട്. ഈ കോഡ് സർക്കിളിനെ 2ആക്കി കട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഓരോന്നും സെഗ്മെൻറ്റ്സ് ആണ്. ഇനി നമ്മൾ സെഗ്മെൻറ്റ്സിൻ്റെ റൂൾ എന്താണ് പഠിച്ചത്? സെഗ്മെൻറ്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് ബി, അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് ഡി. ഈ 2 ആംഗിൾസിൻ്റെയും സമ്മ് 180 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇപ്പം ഞാനിവിടെ എ സി എന്ന് പറയുന്ന ഡയഗണലാണ് വരച്ചത്, വികരണമാണ് വരച്ചത്. അതിന് പകരം നമുക്ക് ബി ഡി എന്നുള്ള ഡയഗണൽ വരയ്ക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ കിട്ടുന്ന ആംഗിൾസ് ഏതൊക്കെ ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പോൾ ബി ഡി എന്ന ഡയഗണൽ വരച്ചു, അതായത് ബി ഡി എന്ന കോഡ് വരച്ചപ്പോൾ ഈ സർക്കിളിനെ വീണ്ടും 2ആക്കി മുറിച്ചു. ബി ഡി എന്ന വികരണം വരച്ചപ്പോൾ ബി ഡി ഈ സർക്കിളിൻ്റെ ഈ വൃത്തത്തിൻ്റെ ഒരു ഞാണാണ്. അപ്പോൾ വൃത്തത്തിന് 2 വൃത്തഖണ്ഡങ്ങൾ കിട്ടി. അന്നേരം കിട്ടിയ ആംഗിൾസ് ആണ് ഈ വൃത്തഖണ്ഡത്തിലെ ആംഗിളാണ് ആംഗിൾ സി, അതിൻ്റെ മറുഖണ്ഡത്തിലെ ആംഗിളാണ് ആംഗിൾ എ. ഈ സെഗ്മെൻറ്റിലെ ആംഗിളാണ് ആംഗിൾ സി, ഈ രണ്ടാമത്തെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലെ ആംഗിളാണ് ആംഗിൾ എ. അതിൻ്റെ സമ്മും എന്ത് തന്നെയാണ്? 180 തന്നെയാണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയും 180 ഡിഗ്രിയാണെന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ വേർട്ടിസസ് എല്ലാം സർക്കിളിൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും എന്ന് മനസ്സിലായി അല്ലേ. അതായത് ഒരു ചതുർഭുജത്തിൻ്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണെങ്കിൽ അതിൻ്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കിതിനെ നേരെ തിരിച്ചൊന്ന് പറഞ്ഞാലോ. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ ആ വേർട്ടിസസ് എല്ലാം സർക്കിളിൽ കിടക്കും. അപ്പോൾ കിട്ടുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അതിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അതായത് എതിർകോണുകളുടെ അളവുകളുടെ തുക 180 ആണെങ്കിൽ ആയിട്ടുള്ള ഒരു ചതുർഭുജം. ആ ചതുർഭുജത്തിലെ എല്ലാ മൂലകളും വൃത്തത്തിലേ കിടക്കത്തുള്ളൂ. അങ്ങനെയുള്ള ചതുർഭുജത്തിനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ചതുർഭുജമുണ്ട്, അതിലെ 4 മൂലകളും വൃത്തത്തിൽ കിടക്കണം. അതിലെ ഓപ്പോസിറ്റ് എതിർകോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ അതിൻ്റെ 4 വേർട്ടിസസും സർക്കിളിൽ കിടക്കുവാണെങ്കിൽ അതിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ അല്ലയോ എന്നാണ്. അതായത് ഒരു സമപാർശ്വ ലംബകം ഒരു ചക്രീയ ചതുർഭുജം ആണോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്താണ് സമപാർശ്വ ലംബകം? ഇതാണ് ഒരു സമപാർശ്വ ലംബകം. അതായത് അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. പിന്നെ മറ്റേ 2 സൈഡുകളുടെ നീളം തുല്യവുമായിരിക്കും. അതായത് എ ഡിയുടെ നീളം തന്നെയാണ് ബി സിയുടെ നീളം.
മനസ്സിലായോ? എ ബി സമാന്തരമാണ് സി ഡിക്ക്, അതേപോലെ എ ഡി ബി സിക്ക് തുല്യവും ആണെങ്കിൽ ഇതിനെയാണ് സമപാർശ്വലംബകം എന്ന് പറയുന്നത്, അഥവാ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഐസോസ്ലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വലംബകത്തിൻ്റെ വേറെ പ്രത്യേകതകളുണ്ട്. അതായത് ഈ എയും ബിയുടെയും അളവുകൾ തുല്യമായിരിക്കും, കണ്ടല്ലോ. അതേപോലെ തന്നെ സിയുടെയും ഡിയുടെയും അളവുകളും തുല്യമായിരിക്കും. ആംഗിൾ സിയും ആംഗിൾ ഡിയും തുല്യമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇത് രണ്ടും പാരലലാണ് അഥവാ സമാന്തരമായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ, അടുത്തടുത്തുള്ള ഈ രണ്ട് കോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഈ പ്രത്യേകതകളാണ് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയത്തിനുള്ളത്, അഥവാ ഒരു സമപാർശ്വലംബകത്തിനുള്ളത്. ഇനി ആംഗിൾ സിയും ആംഗിൾ ഡിയും തുല്യമാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ഒന്നാമത്തതിനകത്തോട് ഇട്ട് കൊടുത്താൽ, അതായത് ആംഗിൾ എ പ്ലസ് ഈ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ സി എന്ന് എഴുതാമല്ലോ, കാരണം രണ്ടിൻ്റെയും വിലകൾ തുല്യമാണ്. അത് 180 ആണല്ലോ. ഈ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അതേപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ സിയും 180 അല്ലേ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ആംഗിൾ സിക്ക് പകരം എന്ത് നമുക്ക് കൊടുക്കാം? ആംഗിൾ ഡി എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിക്ക് പകരം ആംഗിൾ ഡി എന്ന് കൊടുക്കുക, അതും 180 കിട്ടിയില്ലേ. ഈ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്താണ്? ആംഗിൾ ബി ഇതാണ്, അതിൻ്റെ നേരെ എതിരെ കിടക്കുന്നതല്ലേ ആംഗിൾ ഡി. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴേ 180 അല്ലേ. അപ്പോൾ ഇതെന്തായി? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചക്രീയ ചതുർഭുജം ആയല്ലോ. അപ്പോൾ ഇത് എന്ത് നമുക്ക് മനസ്സിലായി? ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതായത് നമുക്ക് ഇത് നാലും കൂടെ ഉൾപ്പെടുത്തി ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതിൽ 4 വേർട്ടിസസ് ആയിരിക്കും, എയും ബിയും സിയും ഡിയും. അപ്പോൾ എതിർക്കോണുകളുടെ അളവുകളുടെ തുക, ഇത് രണ്ടും എതിർക്കോണുകളുടെ അളവുകളുടെ തുകയാണ്. അത് 180 കിട്ടിയത് കൊണ്ട് അതൊരു ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിൽ ഈ എയും ബിയും സിയും ഡിയും കിടക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒരു സമപാർശ്വലംബകം ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് നമ്മൾ തെളിയിച്ചില്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 55 ക്വസ്റ്റ്യൻ 1 ചെയ്യാം. ആദ്യം ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെ മെഷേഴ്സും കണ്ടുപിടിക്കണം, ഡയഗണൽസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾസിൻ്റെ മെഷേഴ്സും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുത്തിട്ടില്ല, നമുക്ക് പേര് കൊടുക്കാം. ഞാൻ ഇവിടെ പേര് കൊടുത്തു, ABCD എന്ന് പേര് കൊടുത്തു. ഇവിടെ 3 ആംഗിൾസിൻ്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഈ വേർട്ടിസസ്, ഈ ഡയഗണൽസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിന് നമുക്ക് P എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 3 ആംഗിൾസ് വെച്ചിട്ട് അതിനോട് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ആംഗിളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഇവിടെ 50 ഡിഗ്രി എടുക്കാം അല്ലേ. 50 ഡിഗ്രി എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് പറയുന്നത് ഡി എന്ന ആംഗിളിൽ ആ മുകളിൽ കിടക്കുന്ന ആംഗിൾ. അത് എവിടെ നിന്നൊക്കെ തുടങ്ങുന്നത് എവിടോട്ടാണ് തീരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 50 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് പോവുക അല്ലേ. ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും ഇങ്ങനെ വന്നാണ് 50 ഡിഗ്രി വന്നിരിക്കുന്നത്. അതേ ബിയിൽ നിന്നും സിയിൽ നിന്നും എവിടെ ആംഗിൾ വരച്ചാലും അതേ 50 ഡിഗ്രി തന്നെയാണല്ലോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എവിടെയൊക്കെ 50 ഡിഗ്രി വരും? അതേ ബിയിൽ നിന്നും സിയിൽ നിന്നും വന്നിരിക്കുന്ന അടുത്ത ആംഗിളാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. ഇതും എന്ത് തന്നെയാണ്? 50 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇനി 30 ഡിഗ്രി നോക്കാം. ആ 30 ഡിഗ്രി വന്നിരിക്കുന്നത് എയിൽ നിന്നും ഡിയിൽ നിന്നുമാണ് ഇങ്ങനെ വന്ന് 30 ഡിഗ്രി ഇവിടെ വന്നിരിക്കുന്നത്. അതേ എയിൽ നിന്നും ഡിയിൽ നിന്നും 30 ഡിഗ്രി വേറെ എവിടെ വരച്ചാലും കിട്ടും. അപ്പോൾ ഇതും 30 ഡിഗ്രി തന്നെയല്ലേ. ഈ കിടക്കുന്നതും 30 ഡിഗ്രി തന്നെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി 45 നോക്കാം.
45 വന്നിരിക്കുന്നത് ഈ ഡിയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഇങ്ങോട്ട് 45 വന്നിരിക്കുന്നത്. അതേ ഡിയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഇങ്ങോട്ട് എ എന്ന പോയിന്റിലേക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയും 45 ഡിഗ്രിയാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയപ്പോൾ എ എന്ന ആംഗിളിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബി എന്ന ആംഗിളും മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ആംഗിളുണ്ട് അല്ലേ. ഈ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം, എ സി ബി. കണ്ടോ? അല്ലെങ്കിൽ എ ബി സി എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ട്രയാങ്കിൾ എ ബി സിയിൽ നമുക്കറിയാം ഏത് ട്രയാങ്കിൾ ഏത് ത്രികോണമാണെങ്കിലും 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആണ്. അപ്പോൾ എ ബി സിയിലെ ഒരു കോണാണ് 50 അല്ലേ. 50ഉം പ്ലസ് പിന്നെ ബി എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും കൂടെ വന്നു, എ ബി സി ആണ്. അപ്പം ബി എന്ന് പറയുന്നത് ഇത് മുഴുവനും കൂടെ 75 വന്നു. അതും പിന്നെ ഈ കോണിൻ്റെ അളവ് നമുക്കറിയാൻ വയ്യാത്തത് അല്ലേ, അതും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കണം. അപ്പോൾ അതിനെ നമുക്കൊരു പേര് കൊടുക്കാം, എ എന്ന ആൽഫബറ്റ് കൊടുക്കാം. എയും കൂടെ കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ എ കണ്ടുപിടിക്കാമല്ലോ. അപ്പം 50 + 75 എന്ന് പറയുന്നത് 125 പ്ലസ് എ ഈക്വൽ ടു 180 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ എ എന്ത് കിട്ടി? 180 മൈനസ് 125 എത്ര വന്നു? 55 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ എക്ക് പകരം 55 എന്ന് എഴുതാമല്ലോ. ഇനി അതേപോലെ നമുക്ക് കിട്ടാനുള്ള ഒരു ആംഗിളാണ് ദാ ഈ കിടക്കുന്നത് അല്ലേ. അതിനു വേണ്ടി നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? എ ബി ഡി എന്ന ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡിയിൽ എ ബി ഡി കണ്ടോ, ഇത് മുഴുവനും കൂടെയാണ് എ. അപ്പോൾ എത്ര വന്നു? 95 വന്നു പ്ലസ് ഈ 30 പ്ലസ് ഇതിനെ നമുക്ക് ബി എന്നെടുക്കാം. ആ ബിയും കൂടെ കൂട്ടുമ്പോൾ 180 ആവണം. അപ്പോൾ ഇതെത്ര വന്നു? 125 പ്ലസ് ബി ഈക്വൽ ടു 180. അപ്പോൾ ബി എത്ര കിട്ടി? 180 മൈനസ് 125. ഇനി ഇതിങ്ങനെ തന്നെ കാണണോ അതോ നമുക്കൊരു 55 കിട്ടി അല്ലേ? ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യും. അതായത് ഈ 55 ഇപ്പോൾ കിട്ടിയത് ഇവിടെ നിന്ന് കിട്ടിയത് എയും ബിയിൽ നിന്നും തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതേ എയിൽ ബിയിൽ നിന്നും ആണല്ലോ ഈ കിട്ടേണ്ട ആംഗിളും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് 55 എഴുതാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് 4 ആംഗിൾസും കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഇനി അത് നമുക്ക് ആദ്യം എഴുതാം. എഴുതിയിട്ട് ഇവിടുത്തെ 4 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിൽ ചതുർഭുജം എ ബി സി ഡിയിൽ ആംഗിൾ എ എത്ര വരും? ആംഗിൾ എ ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുക, 45 പ്ലസ് 50 ഈക്വൽ ടു 95. ആംഗിൾ ബി എത്ര വന്നു? ഇത് രണ്ടും കൂടെ കൂട്ടുക, 30 പ്ലസ് 45 75 എന്ന് കിട്ടി. ആംഗിൾ സി 30 പ്ലസ് 55 85 എന്ന് കിട്ടി. ആംഗിൾ ഡി ഈക്വൽ ടു 55 പ്ലസ് 50 105 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ 4 ആംഗിൾസിൻ്റെ അളവ്. അവിടെ എക്സ് ഷേപ്പിൽ കിടക്കുമ്പോൾ ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ അളവുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മുകളിലത്തെ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കാം. അതിനെ ഞാൻ വീണ്ടും എ എന്ന് കൊടുക്കുകയാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ മുകളിലത്തെ ട്രയാങ്കിളിൽ സം ഓഫ് ദി ആംഗിൾസ് എന്തായിരിക്കും? 180 ആയിരിക്കും. 3 കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ പി സി ഡി. കണ്ടല്ലോ, പി സി ഡിയിൽ എയും 30ഉം 50ഉം കൂടെ കൂട്ടുമ്പം 180 ആണ്. അപ്പോൾ 30ഉം 50ഉം 80. അപ്പോൾ എ എത്ര വന്നു? എ ഈക്വൽ ടു 180 നിന്ന് 80 പോകുമ്പോൾ 100 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ മുകളിൽ 100 ആണെങ്കിൽ ഈ താഴെയും 100 തന്നെ ആയിരിക്കും. മുകളിൽ 100 ആണെങ്കിൽ ഈ താഴെയും 100 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നേർവരയാണ്. നേർവരയിലെ കോണിൻ്റെ അളവ് എത്രയാണ്? 180 ആണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 80 വരത്തുള്ളൂ. അപ്പോൾ ഈ അതിൻ്റെ നേരെ എതിരെ കിടക്കുന്നതും എന്ത് തന്നെയാണ്? 80 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആംഗിൾ സി
പി ബി, സി പി ബി എന്ത് തന്നെയായിരിക്കും? 80 തന്നെയായിരിക്കും. അത് തന്നെയാണ് ആംഗിൾ ഡി പി എയും. ഇതാണ് പി അല്ലേ? അതും 80 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ആംഗിൾ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ ടു 180 ഡിഗ്രി. അല്ലെങ്കിൽ നേർവരയിലെ കോണിൻ്റെ അളവ് 180 ഡിഗ്രിയാണ് എഴുതിയാൽ മതി. അപ്പോൾ 100 ഡിഗ്രി വരുന്നത് ഈ എ എന്നുള്ളതിൻ്റെ പേരെന്താണ്? ആംഗിൾ സി പി ഡി അല്ലേ? ആംഗിൾ സി പി ഡിയും ആംഗിൾ എ പി ബിയും, ആംഗിൾ സി പി ഡിയും ആംഗിൾ എ പി ബിയും 100 ഡിഗ്രിയും സി പി ബിയും ഡി പി എയും 80 ഡിഗ്രിയും വെച്ചാണ്. അപ്പോൾ ഇത് ഫിഗർ മനസ്സിലായാലും എളുപ്പമാണ്. ആവശ്യമുള്ള സ്റ്റെപ്സ് മാത്രം എഴുതി പോയാൽ മതി. റീസൺ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വേർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വേർട്ടെക്സ്. അതായത് ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറം കോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഇവിടെ ഫിഗർ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കണം. ഇവിടെ ഞാനൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അതിൽ സി എന്ന പോയിന്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പുറം കോണ് കണ്ടുപിടിക്കണം. അത് വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ പുറം കോണാണ് ഇത്. എക്സ്റ്റീരിയർ ആംഗിളാണ് അല്ലേ? ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷറും അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇൻറ്റീരിയർ ആംഗിളിൻ്റെ മെഷറും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെന്ന് നമുക്കറിയാം. ഇതൊരു ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ഇതിൻ്റെ എതിർ കോണുകളുടെ അളവുകളുടെ തുക 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എതിർ കോണുകൾ ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് ഇവിടെ 2 കോൺ വരുന്നതുകൊണ്ട്, 2 ആംഗിൾ വരുന്നതുകൊണ്ട് 3 ആൽഫബറ്റ് വെച്ചിട്ട് പേരെഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊരു ആംഗിൾ എടുക്കുക, ബി എ ഡി. ആംഗിൾ ബി എ ഡി ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ പ്ലസ് ഇനി ഈ അകത്ത ആംഗിൾ ദാ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ബി സി ഡി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രിയാണെന്നറിയാം. കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ചക്രീയ ചതുർഭുജം ആണ്. ഇവിടെ എഴുതിയാൽ മതി. ചക്രീയ ചതുർഭുജം ആയതുകൊണ്ട് അതിൻ്റെ എതിർ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇനി നമുക്കറിയാവുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ അല്ലേ? അപ്പോൾ ഈ 2 കോണുകളുടെ അളവുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി. അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതാം. ആംഗിൾ ബി സി ഡി, ഈ കറുത്ത കളറിലെ ആംഗിൾ, പ്ലസ് ആംഗിൾ ബി സി പി, അതും 180 ഡിഗ്രിയാണ്. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അഥവാ നേർവരയാണ്. നേർവരയിലെ കോണിൻ്റെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും വലതുവശം രണ്ടും 180 ആകുമ്പോൾ ഇടതുവശം രണ്ടും തുല്യമാണെന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇടതുവശം ആംഗിൾ ബി എ ഡി പ്ലസ് ആംഗിൾ ബി സി ഡി, രണ്ടാമത്തെ ഇതിൻ്റെ ഇടതുവശമോ ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ബി സി പി. ഇതൊന്ന് നോക്കിക്കേ, 2 വശത്തും ആംഗിൾ ബി സി ഡി വരുന്നില്ലേ? ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ക്യാൻസലാക്കി വിടാമല്ലോ. അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ ബി സി പി ആയില്ലേ? ഇനി ഇതെന്താന്ന് നോക്കിക്കേ, ആംഗിൾ ബി എ ഡി ഈ ആംഗിളും ആംഗിൾ ബി സി പി എന്താ? ഈ പുറത്തെ ആംഗിളും, അത് രണ്ടും തുല്യമാണെന്ന് കിട്ടിയില്ലേ? അപ്പം നമ്മൾ തെളിയിച്ചില്ലേ? നമ്മളോട് തെളിയിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറം കോൺ, അതായത് ഈ കിടക്കുന്നത് ബി സി പി, അതിൻ്റെ എതിർ മൂലയിലെ അകത്തെ കോൺ, അതല്ല ഈ ബി എ ഡി, ഈ ഇടതുവശത്ത്, അത് രണ്ടും തുല്യമാണെന്ന് തെളിയിച്ചല്ലോ. മനസ്സിലായില്ലേ? 2 ചോദ്യങ്ങളും രണ്ടും എഴുതി പഠിക്കുക. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.